ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെറുപയർ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ആ ചെറുപയർ ഒരു കുക്കറിനകത്തിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് കുഴഞ്ഞു വേണ്ട നോക്കുക. ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് അരപ്പ് തയ്യാറാക്കുക. ആവശ്യത്തിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ആവശ്യത്തിന് എരിവ് വേണ്ടിയിട്ട് ഒരു മുളക് എടുത്തിട്ടുണ്ട്, ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ട് നന്നായി ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിനിട്ടിട്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് സവാളയും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പിൻ്റെ പച്ചമണമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഇനി വേവിക്കേണ്ട കാര്യമില്ല. കുറച്ച് നേരം ഇട്ട് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചെറുപയർ തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.